ചിന്നക്കനാലിൽ ട്രക്കിങ്ങിന് പോയവരുടെ മുമ്പിൽ കടുവ. കൊളുക്കുമലയിലാണ് ട്രക്കിങ്ങിന് പോയവരെ മുമ്പിൽ കടുവയെ കണ്ടത്. ഇവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. ട്രക്കിങ്ങിന് പോയ ആൾക്കാർ തന്നെ എടുത്ത ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. പറയൂ രാഹുൽ. SKN ഇന്നലെയാണ് ഈ വിനോദസഞ്ചാരികൾ കടുവയെ കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കൊളുക്കുമലയിലാണ് ഈ കടുവ വിനോദസഞ്ചാരികളുടെ മുന്നിൽ എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ട്രക്കിങ്ങിന് പോയതാണ് ഈ ആളുകൾ. ചെറിയ എന്തോ ശബ്ദം കേട്ടിട്ട് ആ പ്രദേശത്തേക്ക് മൊബൈൽ ഫോൺ ഓണാക്കി ചെന്നതാണ്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കടുവ അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ തന്നെ ആ വിനോദസഞ്ചാരി പിന്നോട്ട് ഓടുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയൊരു കടുവയാണ്. സാധാരണ ഈ മേഖലയിൽ കടുവ എത്താറുള്ളതാണ് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ ആളുകൾ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിലേക്ക് കടുവ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നില്ല. ഇന്നലെ എന്തായാലും വിനോദസഞ്ചാരികളുടെ മുന്നിൽ ഈ കടുവ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. ആ വിനോദസഞ്ചാരിയുടെ മാനസികാവസ്ഥ കൂടിയൊന്ന് നോക്കേണ്ടതുമാണ്. കാരണം അത്ര ഭയാനകമായിരിക്കും. ഒരു മൊബൈൽ ഫോൺ ഓണാക്കി മുന്നോട്ട് പോകുന്നു, ചെല്ലുമ്പോൾ മുന്നിൽ കാണുന്നത് കടുവ. എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഊഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. വനംവകുപ്പ് അത് കൊളുക്കുമലയിലേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയാണെന്ന് അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലയല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ് സ്കൈൻ. എന്തായാലും ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി നടക്കുന്ന സമയമാണ്. ചിലപ്പോൾ കൺമുന്നിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും കാട്ടുമൃഗമായിരിക്കും. കടുവയോ പുലിയോ നരിഭോജി കടുവ